സത്യമേത അസത്യമേത എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ജോലിക്ക് പോലും മര്യാദക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മളോട്, ഇതെന്താ കാര്യങ്ങള്, ഇതെന്താന്നുള്ളത്. എനിക്കിങ്ങനെ എല്ലാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റൂല. എല്ലാരും ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറെ ദിവസമായി ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. പക്ഷെ ഇന്നലെ ഒരു ഇഷ്യൂസ് കണ്ട്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇഷ്യൂസ് കണ്ടപ്പം ശരിക്കും അത് ചെയ്യണം, ഈ ഒരു വീഡിയോസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇഷ്യൂസ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ശരിക്കും ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ അതേക്കുറിച്ചിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അവര് കല്യാണം, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ 14 വർഷത്തോളമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മക്കളും ഉണ്ട്. ഇപ്പം 2 ആളും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആ ഇഷ്യൂ കാരണം അതിൽ 2 മക്കളെ എടുത്തിട്ട് ഹസ്ബൻഡ് ദുബായിലേക്ക് പോയി. ഒരു കുഞ്ഞും വൈഫും നാട്ടിലുമാണ്. ഈ ഹസ്ബൻഡ് പറയുന്നത് വൈഫിന് എന്തൊക്കെയോ അവിഹിതങ്ങളുണ്ട്, അത് കൈയോടെ പിടിച്ചു, അങ്ങനെയാണ് ഇവരുടെ ഇതൊക്കെ തെറ്റിയത്, ഇവർ തമ്മിൽ തെറ്റിയത് എന്നൊക്കെയാണ് ഹസ്ബൻഡിന്റെ ന്യായം. അതുപോലെ തന്നെയാണ് വൈഫ് പറയുന്നത് അയാൾക്ക് അവിടെ ദുബായില് വേറെ പെണ്ണുങ്ങളായിട്ടൊക്കെ ഭയങ്കര റിലേഷനാണ്, അവിഹിതങ്ങളാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസുകളാണ് 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഈ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് കുറ്റങ്ങളോ കുറവുകളോ അടിയോ വഴക്കോ പ്രശ്നങ്ങളോ ഇല്ലാത്ത വീടുകളില്ല. ഇതൊക്കെ ഈ പബ്ലിക്ക് വന്നിരുന്ന് പറയുന്നു. അവര് ഹസ്ബൻഡിന്റെ കുറ്റങ്ങൾ വൈഫ് ഇവിടെ പറയുന്നു, വൈഫിന്റെ കുറ്റങ്ങൾ ഹസ്ബൻഡ് പറയുന്നു. ഇതൊക്കെ ആ മക്കൾ കേട്ടുകൊണ്ടിരിക്കുമല്ലേ. ഈ ഹസ്ബൻഡ് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, അയാൾക്കൊരു ചാനലുണ്ട്. ആ ചാനലിൽ കറക്റ്റായിട്ട് അയാൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറെ സ്ക്രീൻഷോട്ടുകളും മറ്റത് അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. അയാൾ ക്യാഷ് അയച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ ക്യാഷ് അവളാണെങ്കില് ആ കാമുകന് കൊണ്ട് കൊടുക്കുകയാണ്. അല്ലാതെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ കൊടുത്താലും ആ പൈസ കൊണ്ടുവന്ന് ക്യാഷ് കൊണ്ടുവന്ന് കാമുകന് കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ സ്ക്രീൻഷോട്ട്, പിന്നെ അവർ തമ്മിലുള്ള ചാറ്റിന്റെ കുറെ സ്ക്രീൻഷോട്ടൊക്കെ അയാൾ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കണക്കിന് ഇത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസുകൾ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ കാര്യമാണ്. ഈ മക്കളും ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇത് എത്ര ആയാലും മക്കള് വളർന്നു വരുവാണ്, അവര് സ്കൂളിലൊക്കെ പോകേണ്ട മക്കളാണ്. അപ്പൊ ആ കുട്ടികളും ഇതെല്ലാം അവർക്കതൊരു നാണക്കേട് തന്നെയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കും ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണും. ചിലപ്പോ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും ആരെങ്കിലും ഒക്കെ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടാവാം. അതൊക്കെ ഈ മക്കൾക്കാണ് അത് ദോഷമായിട്ട് മാറുന്നത്. ഇതിനെതിരെ പിന്നെ വൈഫ് വരുന്നു, വൈഫിനും കുറെ ഇഷ്യൂസ്, വൈഫ് ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയും കുറെ കാര്യങ്ങള്, ഹസ്ബൻഡ് വൈഫിനെ കുറ്റപ്പെടുത്തി കുറെ കാര്യങ്ങള്. ആകപ്പാടെ എന്താ ഒരു ഫാമിലി പ്രോബ്ലം ഫുള്ള് സോഷ്യൽ മീഡിയയിലാണ് ഇവര് പോസ്റ്റ് ചെയ്യുന്നത് ഫുള്ള്. ഇവരുടെ ഇഷ്യൂസിൽ സത്യമേത അസത്യമേത എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് എത്ര മൂടി വെച്ചാലും, കള്ളത്തരം എത്ര മൂടി വെച്ചാലും ശരി, അതൊരിക്കൽ അത് പുറത്ത് വന്ന് വരിക തന്നെ ചെയ്യും. എന്തായാലും അവർക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ 1 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ. നാട്ടിൽ വന്ന് മക്കളെ, ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഞാനൊരു നാട്ടുംപുറത്തുകാരിയാണ്. ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തോണ്ട് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പില എടുത്തിരുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണ, നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി, എന്റെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ
ഇപ്പൊ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ. എനിക്ക് തെറിയ അഭിഷേകാണ്. ഇയാള് ഇപ്പൊ ഒരു റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതില് എന്നെ തെറിയ അഭിഷേകാണ്. ഇയാള് ദുബായിൽ ഏത് രീതിയിലാണ് ഇരുന്നോണ്ടിരുന്നത് എന്നുള്ളത് ഇയാളെ ഈ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഇയാളെ 3 മക്കളെ പ്രസവിച്ചു. ഇയാളെ കൂടെ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ച് ജീവിച്ചു എന്നല്ലാതെ ഞാനൊരു തെറ്റും എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. തിരുത്തേണ്ട സമയത്ത് ഇയാളെ തിരുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റിയില്ല. ആ ഒരു കാര്യത്തില് തോൽവിയാണ് ഞാൻ. ഇയാളോട് ഞാൻ എപ്പോഴും പറയായിരുന്നു, ഇയാൾക്കൊരു അസുഖമുണ്ട്. മറ്റുള്ള പെമ്പിള്ളാരോട് ചാറ്റിങ്, വീഡിയോ കോളിങ്, ഒരു ഭാര്യ നിലനിൽക്കെ പ്രേമം, ഭയങ്കര പ്രേമം, ഒടുക്കത്തെ പ്രേമായിരിക്കും. ഇയാളെ കൂടെ ഗൾഫിൽ ഞാൻ 2 പ്രാവശ്യം ഞാൻ പോയി നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇയാളെ ഈ ഒരു പരസ്ത്രീ ബന്ധം കാരണം ഡയറക്റ്റ് ആയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അന്നൊക്കെ ഈ ഒരു വാട്സാപ്പ് കോള്, ചാറ്റിങ്, പ്രണയങ്ങളായിരുന്നു, ഭയങ്കര പ്രണയങ്ങൾ. ഇതൊക്കെ കണ്ട് മനസ്സ് കല്ലായി മാറിയിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇനി എന്നെ നിങ്ങൾ ഗൾഫിക്ക് വിളിക്കരുത്. ഇതൊക്കെ കാണാനും കേൾക്കാനാണെങ്കിൽ ഇനി മേല ഞാൻ നിങ്ങളെ കൂടെ ഗൾഫിക്ക് ഞാൻ തിരിച്ചു വരൂല. അങ്ങനെ ലൈഫ് എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ നാട്ടില് എന്റെ മക്കളെയും കൊണ്ട് ഞാൻ ജീവിച്ചുകൊണ്ട്. അതിനുശേഷം ഇയാൾ പിന്നെ എന്നോട് ഒരുപാട് ഗൾഫിക്ക് പോരാൻ വേണ്ടിട്ട് നിർബന്ധിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാന് പോവാത്തത് അവിഹിതം കാരണമാണ് ഞാൻ പോവാത്തതെന്നാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഇയാള് ദുബായിൽ എങ്ങനത്തെ ആളാ. പിന്നീടാണ് ഇയാള് ദുബായിക്ക് മാറിയത് 2016 ആ സമയത്ത്. ദുബായിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇയാളെ പറയായിരിക്കും. അവർക്കൊക്കെ അറിയാം ഇയാൾ എങ്ങനത്തെ ആളാണ് എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഗതികേടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഇപ്പൊ ഞാൻ. ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ മനുഷ്യന്മാരുടെ ഇടയിൽ കൂടാനോ പറ്റാത്ത അവസ്ഥയാണ്. ജോലിക്ക് പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മളോട്, ഇതെന്താ കാര്യങ്ങൾ, ഇതെന്താന്നുള്ളത്. എനിക്കിങ്ങനെ എല്ലാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റൂല. എല്ലാരും ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. എന്റെ നാട്ടിലോ അയാളെ നാട്ടിലോ അന്വേഷിച്ചാൽ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എന്തെങ്കിലും ചീത്തപ്പേരോ എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇയാള് ഒരുപാട് കാലം എന്നെയും മക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1 വർഷത്തോളം ഇയാളെ വീട്ടിൽ നിന്ന് വേറെ വാടക വീടെടുത്ത് താമസിച്ചിരുന്നു. ആ സമയത്ത് എന്നെ സഹായിച്ചിരുന്ന എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സുകളും അവരൊക്കെ എന്റെ കാമുകന്മാരാണ് ഇയാളുടെ ലിസ്റ്റില്. ഇയാള് നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും. ഇയാളെ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവമില്ല. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ. ഇയാളവിടെ ദുബായില്, ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് 5 വർഷത്തോളം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചത്. ഞാനിവിടെ പൊട്ടത്തിയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഞാനിവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും. പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞാൽ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോ 15 ദിവസത്തിനാണ് ഇയാള് നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും. പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. മക്കള് ഈ ഒരു പേടിയിലാണ് ഇതൊന്നും എന്നോട് പറയാതിരിക്കുന്നത്. ടൂറ് പോയ കാര്യങ്ങള്, അവിടെ നടക്കുന്ന അടികള്, സ്കൂള് വിട്ട് വരുമ്പോൾ ഇയാൾ അവിടെ കിടന്നുറങ്ങുന്നത്, ഇയാൾ രാത്രി വരുന്നത് പോകുന്നത്, A to Z കാര്യങ്ങൾ. ഇയാളെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം 8, 9, 10 വർഷത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒമാനിലോട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ബോയ് ഫ്രണ്ടിന്. ഒരുപാട് വർഷങ്ങളായി. ആ വ്യക്തിക്ക് എൻ്റെ എക്സ് വൈഫിനും അവർക്കും കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഓൾറെഡി ഇവള് സെക്കൻഡ് മാരേജാണ്, ഞാൻ ഫസ്റ്റ് മാരേജുമാണ്. അപ്പോൾ ഒരിക്കലും അതൊരു രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എന്തായാലും വീട്ടുകാരെ കൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട്
ഇവളും ഈ ബോയ് ഫ്രണ്ടും ചെയ്തൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സിസ്റ്ററിനെ കൊണ്ട് ഈ പയ്യനെ പ്രേമിക്കാനുള്ളൊരവസരം എൻ്റെ എക്സ് വൈഫ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഫാമിലി ഫ്രണ്ട് ആയല്ലോ, ഒരു ഫാമിലി ആയല്ലോ. അപ്പോൾ ഇനി പെട്ടെന്ന് ഇപ്പോൾ പുറത്തുനിന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ ആർക്കും സംശയം തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തു നിന്നും പല ഭാഗത്തു നിന്നും യാദൃശികമായിട്ട് പല ആളുകൾ കണ്ടിട്ട് പോലും സംശയം തോന്നാത്തത് അതാണ്. പിന്നെ പോരാത്തതിന് 8 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഇവളെ ഫോണിൽ നിന്ന് ഇങ്ങനെ ചാറ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിനക്ക് ആവശ്യമില്ലാത്ത ചാറ്റാണ്, അതുകൊണ്ട് നീ ഇത് ഒഴിവാക്കിയേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 2023 ജൂണിൽ ഞാൻ നാട്ടിൽ ചെന്ന് ഈ 6ാമത്തെ ദിവസം അവളെ ഫോൺ എടുത്ത് നോക്കുമ്പം ഞാൻ കണ്ടിട്ടുള്ളത് 9 വർഷം 8 വർഷം മുന്നേ ഞാൻ നിർത്താൻ പറഞ്ഞിട്ടുള്ള അതേ സെയിം ചാറ്റിങ്ങിൽ തന്നെയാണ്, ചാറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ് ഇപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ മക്കളെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഈ മക്കള് എന്നോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തി കാണിച്ചും, അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോന് ഇയാൾ വരുമ്പോൾ ബാത്റൂമിലാണ് ഒളിച്ചിരിക്കുന്നത്. എൻ്റെ മക്കളോട് എനിക്കൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ മക്കളോടൊക്കെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. എൻ്റെ മക്കൾക്ക് ഇതെല്ലാം പറഞ്ഞു തന്നതിന് ശേഷം എൻ്റെ മക്കൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ മക്കൾ എൻ്റെ അടുത്താണ് സേഫ് എന്ന് തോന്നിയുകൊണ്ട് ഇത്രയും ലിവിങ് കോസ്റ്റ് കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ളൊരു രാജ്യത്ത് വന്ന് സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ്. എനിക്കിതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഞാനാണ് ഒഴിവാക്കി പോന്നിട്ടുള്ളത്. പിന്നെയും എൻ്റെ പുറകെ വന്ന് നിങ്ങളോ മറ്റുള്ളവരോ അറിയാണ്ട് പല ഫേക്ക് ഐ ഡിയിലും പല വാട്സപ്പിലും പല ആളുകളെ ഇതിൽ നിന്ന് വന്നിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാണ് സംഭവം. എൻ്റെ പേരിൽ കേസ് കൊടുക്കണം, എൻ്റെ വീട്ടുകാരുടെ പേരിൽ കേസ് കൊടുക്കണം, എൻ്റെ നാട്ടുകാരുടെ പേരിൽ കേസ് കൊടുക്കണം. ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള പൈസകളെല്ലാം ഇവൻ്റെ അക്കൗണ്ടിലേക്കാണ് പോണത്. ഇവനാണ് വാടക കൊടുക്കുന്നത്. ഞാൻ അയച്ചു കൊടുക്കുന്ന പൈസ കാമുകൻ അയച്ചു കൊടുത്തിട്ട് ആ കാമുകനാണ് പിന്നെ വാടക അയച്ചു കൊടുക്കുന്നത്. എന്താണ് ഇതിലുള്ളൊരു ഇതിനുള്ളത് മനസ്സിലായില്ല. ഓൾറെഡി ഇവള് സെക്കൻഡ് മാരേജ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരുത്തിനെ പ്രേമിച്ചാണ്ട് അതും ബ്രേക്കപ്പായി. അത് കഴിഞ്ഞ് വേറൊരുത്തിനെ പ്രേമിച്ച് ബ്രേക്കപ്പായി. പിന്നെ ഞാനും ഇതേമാതിരി യാദൃശികമായി കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കൂടെ കൂട്ടി, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പൊന്നുപോലെ കൊണ്ടു കിടന്നു. പിന്നെ റീൽസിലുള്ള വീഡിയോസ് ഞാനിപ്പോൾ ഒറ്റത്തടിയായിട്ട് നടക്കണം. ഞാൻ റീൽസിലുള്ള വീഡിയോസ് എടുത്ത് അത് കണ്ണിക്കേണ്ട വൃത്തികെട്ട രീതിയിൽ കാണിച്ചിട്ട് ആളുകളെ സിമ്പതി നേടലല്ല. ഞാനിപ്പോൾ എൻ്റെ പിള്ളേരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ ചെയ്തിട്ട് അവരെയും കൊണ്ട് നടക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. എനിക്കിതിൻ്റെ പുറകെ പോവാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളെ പുറകെ ഒന്ന് ക്ഷമിക്ക്. ഞാൻ ഇവളെയും എൻ്റെ മക്കളെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നിങ്ങളെയാണ് തോന്നുന്നു. ആ വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങൾ ഇതെല്ലാം എൻ്റെ മക്കള് ആ വീട്ടിൽ വെച്ച് നടന്ന പല കാര്യങ്ങൾ എനിക്ക് എൻ്റെ മക്കളാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് ഈ ഒരു ഫാമിലി ഇഷ്യൂവിൻ്റെ ബാക്കിൽ എനിക്ക് പോകാൻ താല്പര്യമേ ഇല്ല. എനിക്ക് അവളെ പേര് ഓർക്കുന്നതേ ഇഷ്ടമല്ല. ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ അവരെ ബ്ലോക്കാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ പലതരത്തിൽ പല ക്യാപ്ഷൻസ് പലതരത്തിലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ ഇടുമ്പം സഹി കെട്ടിട്ട് റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. എനിക്ക് ഇവൾക്ക് വേണ്ടിയിട്ട് 10 മിനിറ്റ് ചിലവാക്കുന്നതിനും ഇവൾക്ക് വേണ്ടിയിട്ട് 2 ദിവസം 1 മണിക്കൂർ ചിലവാക്കുന്നതിലും നല്ലത് ആ ഒരു സമയം എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിലേറെ നല്ല ഹാപ്പിനെസ് എനിക്ക് വേറെ കിട്ടില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇവൾ ഈ പറയപ്പെടുന്ന ഈ കാമുകൻ എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതിയാവും. നിലമ്പൂർ ഹണി ട്രാപ്പ് എന്ന്. നിലമ്പൂർ ഹണി ട്രാപ്പ് ഓൾറെഡി ഞാൻ ഇത് വലിച്ചിട്ട് ഊക്കിയതാണ് സംഭവം, വലിച്ചെല്ലാവരോടും പറഞ്ഞതാണ് സംഭവം. നിലമ്പൂർ ഹണി ട്രാപ്പ് എന്ന് അടിച്ചു നോക്കുക, യൂട്യൂബിൽ അടിച്ചു നോക്കുക.
അടിച്ചു നോക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും ഒരു വ്യക്തിനെ. ആ വ്യക്തി തന്നെയാണ് ഇവളെ കൂടെ നടന്നിട്ടുള്ളത്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര കാലം അവൾ ജീവിച്ചതും അവൾ എൻ്റെ പൈസ എടുത്ത് കൊണ്ടുപോയി കൊടുത്തതും എല്ലാം. ഇപ്പം എൻ്റെ മക്കൾ സേഫാണ്, ഹാപ്പിയാണ്. പിന്നെ നിങ്ങൾ ഈ കമൻ്റ് ഇട്ടേണ്ട പെറ്റ തള്ള ഉണ്ടാക്കിയ വാപ്പാക്കും ബേജാറുണ്ട് മക്കളെ. ഉണ്ടാക്കിയ വാപ്പാക്ക് ബേജാറില്ലേ? നിങ്ങൾക്ക് മാത്രമുള്ളൂ ബേജാറ്? പെറ്റ തള്ളക്ക് മാത്രമേ ബേജാറുള്ളൂ, ഉണ്ടാക്കിയ തന്തമാർക്ക് ബേജാറില്ലേ? അപ്പം എനിക്ക് ഇതിൻ്റെ പുറകെ പോവാൻ യാതൊരു താല്പര്യവുമില്ല. പിന്നെ കള്ളങ്ങൾ കെട്ടിച്ചമച്ച് എൻ്റെ പാവം എൻ്റെ മക്കൾ ഒരു ബേജാറുമില്ല. മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മക്കൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, മക്കൾ നന്നായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്.